എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിൻ്റെ ഗുണദോഷപ്രകാരം എല്ലാവിധത്തിലും ശീശ്മക്കാർക്ക് വേണ്ടിയും കേസിൻ്റെ വിജയത്തിനു വേണ്ടിയും ഞാൻ സാധിക്കുന്നതുപോലെ അപേക്ഷിക്കുകയും നവസന്യാസിനികളെ കൊണ്ട് പ്രത്യേക വിധം അപേക്ഷിക്കുകയും ചെയ്തു വരുന്നു. ദൈവം എന്താണ് തിരുമനസ്സായിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവിടുത്തെ ഇഷ്ടം നമുക്ക് മതി. എൻ്റെ സുഖക്കേടിന് ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടെങ്കിലും കൊണ്ടു നടക്കാൻ തക്കവണ്ണം ഇപ്പോഴുമുണ്ട്. സാരമില്ല, ദൈവസഹായത്താൽ സമ്മതിക്കുന്നില്ല. സ്നേഹപിതാവേ, കീഴ്വഴക്കത്തെക്കുറിച്ച് എഴുതുവാൻ വീണ്ടും കൽപ്പിച്ചതിനാൽ മാത്രം എഴുതുന്നു. എല്ലാം എൻ്റെ മരണത്തോളം രഹസ്യം കാക്കണമേ. ആരെയും കാണിക്കുകയും ആരോടും പറയുകയും ചെയ്യല്ലേ എന്ന് വളരെ താഴ്മയോടും ദുഃഖത്തോടും കൂടെ അപേക്ഷിക്കുന്നു. ഇത് ആരോടെങ്കിലും ഇവിടെയുള്ളവരോടായാലും പറഞ്ഞാൽ എനിക്ക് വളരെ വേദനയും സങ്കടവും പിതാവിനോട് വിശ്വാസക്കുറവും വരുവാൻ ഇടയുണ്ട്. ആരെയും കാണിക്കല്ലേ എന്നും പറയല്ലേ എന്നും വളരെ ദുഃഖത്തോടെ അപേക്ഷിക്കുന്നു. എൻ്റെ ആത്മപിതാവ് എല്ലാ പ്രകാരത്തിലും സാക്ഷാൽ എനിക്ക് പിതാവായതിനാൽ എൻ്റെ ആത്മകാര്യങ്ങൾ എല്ലാം കുമ്പസാര രഹസ്യമായി കാക്കണമെന്ന് വീണ്ടും താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ ഹൃദയം തുറന്ന് ഒന്നും ഒളിക്കാതെ എല്ലാം പരമാർത്ഥമായി മകൾക്കടുത്ത ഹൃദയത്തോടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിതാവ് അതിനേക്കാൾ അധികമായി അപ്പനെ പോലെ എല്ലാറ്റിലും എന്നെ നടത്തി വരുന്നുമുണ്ട്. ഒട്ടും സംശയമില്ല. പിതാവേ, ഞാനിനി പറയുവാൻ പോകുന്ന കാര്യം ഇവിടെയുള്ളവരോടും മറ്റാരോടും അറിയിക്കല്ലേ എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. പിതാവ് പറഞ്ഞാൽ അത് വളരെ കലക്കത്തിനും അസ്വസ്ഥതയ്ക്കും ഇടവരും. ഞാൻ കീഴ്വഴക്കത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എഴുതുന്നത്. ഞാനിപ്പോൾ നവസന്യാസിനികളെ നോക്കുന്നതിനാൽ അവരുടെ തെറ്റുകൾ കാണുന്നത് പറഞ്ഞു കൊടുക്കുന്നതിനും അവരെ നേർവഴിക്ക് നയിക്കുന്നതിനും എനിക്ക് കടമയുണ്ടല്ലോ. ഏതാണ്ട് 5 മാസം മുമ്പ് പ്രത്യേകിച്ചുള്ള ഒരു ആസക്തിയുടെ ശക്തിയും മറ്റു 4 പേരിൽ കണ്ടതിനാൽ പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കുകയും കുറ്റപ്പെടുത്തുകയും പ്രാശ്ചിത്തങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും വീണ്ടും ബലഹീനതയാൽ ആ തെറ്റിൽ തന്നെ വീഴുന്നത് കണ്ട് പരിശുദ്ധ അമ്മയോട് തീവ്രമായി അപേക്ഷിച്ചപ്പോൾ അനുഗ്രഹമുള്ള എൻ്റെ അമ്മ, മകളെ, നീ ദുഃഖിക്കേണ്ട, നീ നിന്റെ കടമ ചെയ്യണം. പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും ഇതുവരെയും തെറ്റു തിരുത്താത്തതിനാൽ ആ 4 പേരെയും അടിക്കുകയും എൻ്റെ സ്കാപ്പുലർ അവരുടെ ദേഹത്തു നിന്ന് ഊരി 3 ദിവസം സമൂഹത്തിൽ നടത്തുകയും ചെയ്യണം. ഞാൻ നിന്റെ അമ്മയാകുന്നു, വ്യസനിക്കേണ്ട, ധൈര്യത്തോടെ ചെയ്യുക. അവരെ നന്നാക്കുന്നതിന് വേണ്ടിയാകുന്നു ഇതുപോലെ ചെയ്യുവാൻ പറയുന്നത്. ഇതുകൊണ്ട് നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടായാൽ മകളെ, നീ ഒന്നും മിണ്ടാതെ ക്ഷമിക്കണം. ആരെയും നോക്കേണ്ട. ദൈവത്തെക്കുറിച്ച് നിന്റെ മക്കളെ നന്നാക്കുന്നതിനുള്ള കടമ നിറവേറ്റുക. ശ്രേഷ്ഠത്തി അമ്മയോട് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാൻ വിചാരിക്കുന്നു എന്ന് പറയാം. ആയത് മകളുടെ നേരെ അധികം ഇഷ്ടക്കേടിന് ഇടവരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പിതാവേ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. അന്ന് അവർ വളരെ എളിമയോടെ കൈക്കൊണ്ടു. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചും വളരെ സന്തോഷത്തോടെ നടന്നിരുന്നു. അതിലൊരാൾക്ക് വീണ്ടും പിശാചിൻ്റെ പ്രലോഭനങ്ങളാൽ വേറെ ഓരോ അസ്വസ്ഥത തോന്നി തുടങ്ങി. ഒരിക്കലും യാതൊരു സന്തോഷവുമില്ല, എൻ്റെ അടുത്ത് വരികയില്ല. ഇങ്ങനെ ഈ പാവപ്പെട്ട കുഞ്ഞിനെ നരകപിശാച് വളരെ അസ്വസ്ഥപ്പെടുത്തുവാൻ തുടങ്ങി. വീണ്ടും ഞാൻ വളരെ സ്നേഹത്തോടെ വിളിച്ച്, പിശാചിൻ്റെ പ്രലോഭനത്തിൽ വീഴല്ലേ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണെന്നും മറ്റും പറഞ്ഞു കൊടുത്തു. പിതാവേ, ഒരിക്കൽ ഞാൻ സമൂഹത്തിൽ ഈ ആളെ കണ്ട് ദുഃഖിച്ച്, എൻ്റെ അമ്മേ, ഞാനിനി എന്തു ചെയ്യും, ഇതിൻ്റെ ബോധമൊന്ന് നന്നാക്കി തരണമേ എന്നും മറ്റും അപേക്ഷിച്ചു. പരിശുദ്ധ അമ്മ പറഞ്ഞു, മകളെ, നീ അവളുടെ തലയിൽ നോക്കിയാൽ നിഗളത്തിൻ്റെയും പകയുടെയും പിശാച് അവളുടെ തലയിൽ കൈവച്ച് നടക്കുന്നത് കാണാം. അപ്പോൾ ആ ദുഷ്ടാരൂപിയെ കണ്ട് ഞാൻ വളരെ ദുഃഖിച്ചു, അപേക്ഷിച്ചു. വീണ്ടും ഞാൻ വിളിച്ച് ഗുണദോഷിച്ചു. പിശാചിൻ്റെ ഗുണദോഷം കേൾക്കല്ലേ മകളെ, നിന്നെ പ്രലോഭിപ്പിക്കുന്നതിന് അവൻ അവസരം കണ്ടുപിടിച്ചിരിക്കുന്നു. അതോട് ചേർന്ന് പല നല്ല ഉപദേശവും പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ഫലമില്ല. ഈ നവസന്യാസിനി ചിലരോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, എൻ്റെ ഗുരുത്തിയമ്മ ഇനി എത്ര ഉപദേശിച്ചാലും സ്നേഹിച്ചാലും മരണത്തോളം എൻ്റെ ദുഃഖവും അസ്വസ്ഥതയും തീരുകയില്ല. ഇതോട് ചേർന്ന് തോന്നിയതെല്ലാം പറഞ്ഞു തുടങ്ങി. ഞാൻ എല്ലാം അറിഞ്ഞു. അത് ആ കുട്ടിയുടെ തെറ്റല്ല, പിശാചാകുന്നു പറയിപ്പിക്കുന്നത്.
നല്ല ഒരാളാണ്. തെറ്റ് ഏറ്റ് എളിമപ്പെടാൻ കഴിയുന്നില്ല. ആയതിനുള്ള ഓരോ ന്യായങ്ങളാണ് പറയുന്നത്. ആ അടി കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസമായി. എങ്ങനെ ഇയാൾ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ വിശുദ്ധ കുർബാനയുടെ മുൻപാകെ ചെന്ന് ഇനി ഞാൻ എന്തു ചെയ്യും, ഒരു വഴിയും കാണുന്നില്ലല്ലോ എൻ്റെ രക്ഷിതാവേ എന്നും മറ്റും വളരെ ദുഃഖത്തോടെ പല പ്രാവശ്യം അപേക്ഷിച്ചു. അവസാനം സ്നേഹരക്ഷിതാവ്, എൻ്റെ മകളെ എന്തേ ഇത്ര ദുഃഖിക്കുന്നു? നിന്റെ കടമ പോലെയെല്ലാം ചെയ്തില്ലേ, ഇനി സമാധാനമായിരിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ മോക്ഷമണവാള, നീ തന്നെ ഇതിന് ഒരു വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ വളരെ കലങ്ങുന്നു. ഇനി ഒരു വഴിയും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ എൻ്റെ സ്നേഹമണവാട്ടിയെ, അഹങ്കാരത്തിൻ്റെ കഠിന ശത്രു അവളിൽ വാസം ചെയ്തിരിക്കുന്നു. നിന്റെ എളിമ കൊണ്ട് മാത്രം അവൻ ഓടിപ്പോകുന്നതിനിടവരും. അവൻ മണവാട്ടിക്കടുത്ത നിന്റെ എളിമ കണ്ടാൽ ക്ഷണം അലറി ഓടിപ്പോവുകയും ചെയ്യും. ഉടനെ ആ ആൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഏറ്റവും നല്ലവണ്ണം നടക്കും. ഉടനെ സ്വന്തം തെറ്റിന് നിന്റെ കാൽപാദത്തിങ്കൽ വീണ് പൊറുതി പറയുകയും ചെയ്യും. എന്ത് എളിമ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുകൂടെ അറിയിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ പറഞ്ഞു, നാളെ കാലത്ത് തന്നെ എല്ലാ നവസന്യാസിനികളെയും വിളിച്ചു കൂട്ടുക. അവരുടെ നടുവിൽ കുറ്റക്കാരിയായ നവസന്യാസിനിയെ വിളിച്ച് കസേരയിലിരുത്തി അവളുടെ കാൽക്കൽ മുട്ടുകുത്തി ഇങ്ങനെ പറഞ്ഞ് കാലുമുത്തി പൊറുതി അപേക്ഷിക്കുക. എൻ്റെ സ്നേഹ സഹോദരി, എൻ്റെ മകളെ, ഞാൻ നിന്നെ ദുഃഖിപ്പിക്കുന്നതിന് യാതൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും എൻ്റെ അധികാരികളുടെ ഗുണദോഷം അനുസരിക്കാതെയും അവരുടെ തിരുത്തലുകൾ എളിമയോടെ കൈക്കൊള്ളാതെയും അവരുടെ മേൽ പകയും വിദ്വേഷവും വിചാരിച്ചും പറഞ്ഞും എൻ്റെ നിഗളത്തിൻ്റെ ശക്തിയാൽ ഏറെ തെറ്റുകൾ ഞാൻ ചെയ്ത് എൻ്റെ നല്ല ദൈവത്തെയും അവിടുത്തെ സ്ഥാനത്തുള്ള ആളെയും ഞാൻ സങ്കടപ്പെടുത്തി. കുറ്റക്കാരിയായ ഞാൻ എല്ലാ പ്രകാരത്തിലും തെറ്റു ചെയ്തു പോയി. നിങ്ങൾക്ക് യാതൊരു തെറ്റുവുമില്ല. എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു, കുറ്റക്കാരിയായിരിക്കുന്നു. എൻ്റെ തെറ്റുകൾ എല്ലാം ദൈവത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും എന്നോട് പൊറുക്കണമേ. മേലിൽ ഞാൻ ഒരു നല്ല കന്യാസ്ത്രീയായി വളരെ എളിമയോടെ അധികാരികൾക്ക് കീഴ്വഴങ്ങി ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് കാലുമുത്തി എഴുന്നേറ്റ് പോരണം എന്ന് അരുളി ചെയ്ത് ആശീർവാദവും തന്നു. ആ പുതുകന്യാസ്ത്രീ പറയേണ്ടതെല്ലാം പറഞ്ഞ് അവനെ നാണിപ്പിക്കണം. സ്നേഹപിതാവേ, ഇതുപോലെ രഹസ്യത്തിൽ നവസന്യാസിനികളുടെ സമൂഹത്തിൽ വെച്ച് എല്ലാം ഞാൻ ചെയ്തു. ആ സമയം തന്നെ എനിക്ക് ഇവിടെ നിൽക്കുന്നതിന് സാധിക്കുന്നില്ല. ഇത് എനിക്ക് സഹിച്ചുകൂടാ എന്നും മറ്റും പറഞ്ഞ് അലറി സാത്താൻ ഓടുന്നത് ഞാൻ കണ്ടു. ഞാൻ വിശുദ്ധ കുർബാന കൈക്കൊണ്ടുവന്നപ്പോൾ ഇയാൾ സഹിക്കരുതാത്ത ദുഃഖത്തോടെ എൻ്റെ കാൽക്കൽ വീണ് തെറ്റ് ഏറ്റുപറയുകയും കൊച്ചുകുഞ്ഞിനെ പോലെ അവളുടെ വീഴ്ചകളെല്ലാം തെളിവായി പറയുകയും ചെയ്തു. എന്നെ പിശാചാകുന്നു പ്രലോഭിപ്പിച്ചത്. എൻ്റെ തലയിൽ നിന്ന് ഒരു സാധനം പോയതുപോലെ തോന്നുന്നു. ഇനി എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിതാവേ, ഇപ്പോൾ വളരെ സന്തോഷത്തോടും തൃപ്തിയോടും കൂടി നടക്കുന്ന ഒരു നല്ല കുട്ടിയാകുന്നു. എനിക്ക് നവസന്യാസിനികളിൽ ആരെയും യാതൊരു വിഷാദവും വ്യസനവും ദൈവാനുഗ്രഹത്താലില്ല. നല്ല സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഈ പറഞ്ഞ ആൾ ഈ പരീക്ഷ കഴിഞ്ഞതിൽ പിന്നെ പുണ്യകാര്യത്തിലും മറ്റും വളരെ തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് കേട്ടാൽ അതിശയം തോന്നും. ഗുരുത്തിയമ്മേ, എനിക്ക് എൻ്റെ തെറ്റുകൾ പറഞ്ഞു തരണമേ. എൻ്റെ തെറ്റ് അമ്മ ഏറ്റ ആ നേരത്തെയും പ്രവൃത്തിയെയും ഓർത്താൽ എനിക്ക് സഹിച്ചുകൂടാ. ഇത്ര വലിയ പ്രലോഭനത്തിൽ ഞാൻ വീണുപോയല്ലോ. ഇതോട് ചേർന്ന് പറയുന്നത് കേട്ടാൽ ദുഃഖം തോന്നും. മകളെ, നിന്നോടല്ല ഞാൻ ചെയ്തത്, നിന്നെ അസ്വസ്ഥയാക്കിയ അവനോടാകുന്നു. ദുഃഖിക്കേണ്ട. ഇനിയും നമുക്ക് അവനെ നാണിപ്പിക്കണം. ഞാൻ ആരെയും അറിയിക്കാതെ എല്ലാം തീർത്തു തന്നില്ലേ? ഒന്നുമില്ല, ഇനി ഒന്നും ഓർക്കേണ്ട എന്നും മറ്റും പറഞ്ഞ് നല്ല സമാധാനമാക്കി. ഈ 5 മാസത്തിനിടയിൽ 4 തവണ ഇയാളുടെ അടുക്കൽ സാത്താനെ തെളിവായി ഞാൻ കണ്ടിട്ടുണ്ട്. ആ നേരത്തിൽ ഓരോ ദുഷ്ടത വിചാരിക്കുന്നതായി എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ എല്ലാം തീർന്നു. അമലോത്ഭവ അമ്മയ്ക്ക് ഒരു റേന്ത ഞാൻ തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് പരിശുദ്ധ കുർബാനയുടെ അടുക്കൽ പോയി ആരാധിക്കും. ജോലിയുടെ ഇടയിലും അവിടുത്തോട് ചേർന്ന് സ്നേഹപ്രകരണങ്ങളും മറ്റും ചെയ്ത് ആരാധിക്കും. റേന്ത തയ്ക്കുന്ന നേരത്ത് ഞാൻ തനിയെ ആയിരിക്കുമ്പോൾ പലതവണ പരിശുദ്ധ അമ്മ വന്ന്, മകളെ, ഞാൻ നിന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നതിന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്
തിരുഹൃദയരത്തിനെയും ചില സങ്കീർത്തനങ്ങളും ചൊല്ലിത്തന്നിരുന്നു. അവിടുത്തെ തിരുരക്തം മനുഷ്യരക്ഷയ്ക്കായി നിത്യപിതാവിനെ കാഴ്ചവെക്കുകയും ചെയ്യും. ചിലപ്പോൾ കൊന്തയും ചൊല്ലിയിട്ടുണ്ട്. ആളെ ഞാൻ കാണുന്നില്ല, സ്വരം കേൾക്കുന്നുണ്ട്. സങ്കീർത്തനം സ്നേഹപിതാവ് ചൊല്ലിയതുപോലെയാണ് തുടക്കത്തിൽ എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒന്നുമില്ല. അങ്ങയുടെ ഗുണദോഷം പോലെ എല്ലാറ്റിലും ഞാൻ നടക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ എല്ലാറ്റിലും എന്നോട് ചെയ്യണമേ. എങ്കിലും ഇതെല്ലാം രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എനിക്ക് എൻ്റെ ആഗ്രഹം പോലെ എന്ന് എൻ്റെ നല്ല ഈശോയെയും പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കാൻ കഴിയും. എനിക്ക് നല്ല ദൈവസ്നേഹവും എളിമയും ക്ഷമയും അപേക്ഷിച്ച് വാങ്ങിത്തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനടുത്തതും സ്ലീഹായ്ക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. നവസന്യാസിനിയിൽ പിശാചിനെ കണ്ട് പകുതി ഭാഗം ആളുടെ രൂപവും ബാക്കി പാമ്പിൻ്റെ പോലെയുമാണ്. കൈയുണ്ട്. രഹസ്യവർത്തമാനം തലയോട് ചേർന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രകാരമാണ് എന്ന് അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദിക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉപ്രാസ്യ. ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കുന്നു. വ്യാകുല അമ്മയുടെ തിരുനാൾക്ക് ഞാൻ കുർബാന കൈക്കൊണ്ട് ശീശ്മക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ വേദന നല്ലവണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ മകളെ, നിനക്ക് സഹനങ്ങളും ഞെരുക്കങ്ങളും വിരോധങ്ങളും ആക്ഷേപങ്ങളും വളരെ കിട്ടും. നീ ദുഃഖിക്കേണ്ട. സഹിക്കുന്നത് എനിക്കും നിന്റെ മോക്ഷമണവാളനും വളരെ ഇഷ്ടമാകുന്നു. എൻ്റെ മകളെ, നിന്റെ ഈ വേദനയുടെ ശക്തി കുറച്ച് കുറയും. എങ്കിലും ഒരു പങ്ക് എപ്പോഴും നിനക്കുണ്ടാകും. നിന്റെ അമ്മ ഞാനാകുന്നു. എന്നെ നീ കാണുകയില്ല, എങ്കിലും നിന്നോടുകൂടെ എപ്പോഴും ഞാനുണ്ട്. സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞ് ആശീർവാദവും തന്നുപോയി. ആളെ ഞാൻ കണ്ടില്ല, സ്വരം മാത്രം കേട്ടു. എൻ്റെ ഓരോ തോന്നലുകളായിരിക്കാം. നവസന്യാസിനികളോട് തിരുത്തലുകളെക്കുറിച്ച് ഒന്നും ചോദിക്കല്ലേ പിതാവേ. രഹസ്യം കാക്കണമേ. അവർക്ക് സംശയം തോന്നും.